കേരള PSC 27/5/2023 നടത്തിയ ഫീൽഡ് ഓഫീസർ ഇൻ KFDC ലിമിറ്റഡ്, അസിസ്റ്റന്റ് ഇൻ യൂണിവേഴ്സിറ്റീസ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ട്രെയിനീസ് ഇൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ പരീക്ഷയുടെ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 3യുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 047/2023 ആണ്. ചോദ്യം 1. വാസ്കോഡിഗാമ ആദ്യമായി കോഴിക്കോട്ട് എത്തിയ വർഷം. ഉത്തരം ബി ആണ്, 1498. ചോദ്യം 2. ഏതുടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ചോദ്യം 2. ഉത്തരം സി ആണ്, ശ്രീരംഗപട്ടണം ഉടമ്പടി. ചോദ്യം 3. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ഉത്തരം ഡി ആണ്, ശ്രീ നാരായണ ഗുരു. ചോദ്യം 4. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം എ ആണ്, കെ കേളപ്പൻ. ചോദ്യം 5. ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിൻ്റെ ചുവരുകളിലാണ് കൊത്തിവെച്ചിട്ടുള്ളത്? ചോദ്യം 5. ഉത്തരം എ ആണ്, ദിവാൻ-ഇ ഖാസ്, ഡൽഹി. ചോദ്യം 6. ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ചോദ്യം 6. ഉത്തരം ബി ആണ്, വിവേകാനന്ദൻ. ചോദ്യം 7. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡെയ്ൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി ആര്? ഉത്തരം ഡി ആണ്, ദാദാഭായി നവറോജി. ചോദ്യം 8. ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ ആണ്, ഫ്രഞ്ച് വിപ്ലവം. ചോദ്യം 9. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആര്? ചോദ്യം 9. ഉത്തരം സി ആണ്, ഫസൽ അലി. ചോദ്യം 10. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു? ചോദ്യം 10. ഉത്തരം എ ആണ്, ഓപ്പറേഷൻ വിജയ്. ചോദ്യം 11. കേരളത്തിലെ മൺസൂൺ മഴയെക്കുറിച്ച് താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ചോദ്യം 11. ഉത്തരം എ ആണ്, 1ഉം 2ഉം മാത്രമാണ് പ്രസ്താവന ശരിയായിട്ടുള്ളത്. ചോദ്യം 12. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. ചോദ്യം 12. ഉത്തരം ബി ആണ്, 1, 3, 2, 4. ചോദ്യം 13. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അല്ലാത്തത്? ചോദ്യം 13. ഉത്തരം എ ആണ്, ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയല്ല, എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 14. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന മണ്ണ് ഏതാണ്? ചോദ്യം 14. ഉത്തരം ഡി ആണ്, ലാറ്ററൈറ്റ് മണ്ണ്. ചോദ്യം 15. താഴെ പറയുന്നവയിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്ന് അറിയപ്പെടുന്നത്? ചോദ്യം 15. ഉത്തരം എ ആണ്, ആഫ്രിക്കൻ സവന്ന. ചോദ്യം 16. 2022-23 ബഡ്ജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? ചോദ്യം 16. ഉത്തരം എ ആണ്, PM ഗതിശക്തി. ചോദ്യം 17. 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? ചോദ്യം 17. ഉത്തരം സി ആണ്, ശരാശരി 7.9%. ചോദ്യം 18. താഴെ പറയുന്നവയിൽ ഏതാണ് RBI സംബന്ധിച്ച് ശരി അല്ലാത്തത്? ചോദ്യം 18. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3 ഇതെല്ലാം ശരി, RBI സംബന്ധിച്ച് ശരിയായതാണ്. ചോദ്യം 19. നീതി ആയോഗിൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർമന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റികളും ഉൾപ്പെടുന്നു? ചോദ്യം 19. ഉത്തരം ഡി ആണ്, വനിതാ ശിശുവികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. ചോദ്യം 20. 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിനാണ് ലഭിച്ചത്?
ചോദ്യം 20. ഉത്തരം ബി ആണ്. ബാങ്കുകളും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന്. ചോദ്യം 21. വെബറിൻ്റെ ഐഡിയൽ തരം ബ്യൂറോക്രസിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ചോദ്യം 21. ഉത്തരം സി ആണ്. 1, 3, 4 മാത്രം. ചോദ്യം 22. CEDAW ഡാഷുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചോദ്യം 22. ഉത്തരം ബി ആണ്. സ്ത്രീകളുമായി. ചോദ്യം 23. വിവരാവകാശ നിയമനം RTIയിൽ നിലവിൽ വന്ന വർഷം. ചോദ്യം 23. ഉത്തരം ഡി ആണ്. 2005. ചോദ്യം 25. മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ചോദ്യം 24. ഉത്തരം സി ആണ്. VR കൃഷ്ണയ്യ അയ്യർ. ചോദ്യം 25. ഋഷി സുനക്കിന് മുൻപ് ആരായിരുന്നു UK പ്രധാനമന്ത്രി? ചോദ്യം 25. ഉത്തരം എ ആണ്. ലിസ് ട്രസ്. എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 26. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? ചോദ്യം 26. ഉത്തരം എ ആണ്. 389. ചോദ്യം 27. മൗലിക അവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? ചോദ്യം 27. ഉത്തരം ഡി ആണ്. 3, 1, 2, 4. ചോദ്യം 28. കർഷകന് തന്നെ ഭൂമിയുടെ അവകാശമുള്ളതും ഭൂമിയുടെ വരുമാനം സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുമായ സംവിധാനത്തിൻ്റെ പേര്. ചോദ്യം 28. ഉത്തരം ഡി ആണ്. റയോത്തരി സമ്പ്രദായം. ചോദ്യം 29. പഞ്ചായത്ത് രാജിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കുക. ചോദ്യം 29. ഉത്തരം ബി ആണ്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് തെറ്റാണ്. ചോദ്യം 30. ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയൻ്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ താഴെ പറയുന്ന ആർട്ടിക്കിളുകൾ ഏതാണ്? ചോദ്യം 30. ഉത്തരം ഡി ആണ്. ആർട്ടിക്കിൾ 355. ചോദ്യം 31. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? ചോദ്യം 31. ഉത്തരം എ ആണ്. തപ്പും ചെണ്ടയും. ചോദ്യം 32. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം 32. ഉത്തരം സി ആണ്. ചീരമകവി. ചോദ്യം 33. 2022 വിൻ്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ചോദ്യം 33. ഉത്തരം ഡി ആണ്. ചൈന. ചോദ്യം 34. ഏത് പ്രത്യേക കായിക ഇനത്തിന് അമേരിക്കൻ കപ്പ് നൽകുന്നത്? ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? ചോദ്യം 34. ഉത്തരം ഡി ആണ്. യാച്ച് റേസിംഗ്. ചോദ്യം 35. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിം ഏതാണ്? ചോദ്യം 35. ഉത്തരം ഡി ആണ്. കബഡി. ചോദ്യം 36. ചെട്ടികുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം 36. ഉത്തരം സി ആണ്. ആലപ്പുഴ. ചോദ്യം 37. കേരള ഫോക്ലോർ അക്കാഡമിയുടെ ആദ്യ ചെയർമാൻ ആര്? കേരള ഫോക്ലോർ അക്കാഡമിയുടെ ആദ്യ ചെയർമാൻ. 37. ഉത്തരം ബി ആണ്. ഭാർഗവൻ പിള്ള. ചോദ്യം 38. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ഏതാണ്? ചോദ്യം 38. ഉത്തരം ബി ആണ്. ലോസ് ഏഞ്ചലസ്. ചോദ്യം 39. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബലൈഫിനെ പ്രഖ്യാപിച്ചത്? ചോദ്യം 39. ഉത്തരം സി ആണ്. BCCI. ചോദ്യം 40. ജോയിൻ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിലാണ് പങ്കെടുക്കുന്നത്? ചോദ്യം 40. ഉത്തരം എ ആണ്. ഭോപ്പാൽ. ചോദ്യം 41. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റ്? ചോദ്യം 41. ഉത്തരം എ ആണ്. 1 മാത്രം. ചോദ്യം 42. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ചോദ്യം 42. ഉത്തരം ബി ആണ്. 1ഉം 2ഉം. ചോദ്യം 43. താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത്. ഉത്തരം ബി ആണ്. സ്പൂളിംഗ്. ചോദ്യം 44. റാൻസം വെയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ചോദ്യം 44. ഉത്തരം ഡി ആണ്. ഇവയൊന്നുമല്ല. ചോദ്യം 45. ഉബുഡു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ചോദ്യം 45. ഉത്തരം എ ആണ്. ജാമി ജെല്ലിഫിഷ്.
ചോദ്യം 46. ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ചോദ്യം 46. ഉത്തരം സി ആണ്, 1ഉം 3ഉം മാത്രം. ചോദ്യം 47. DRDOയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ചോദ്യം 47. ഉത്തരം സി ആണ്, 2 മാത്രം. ചോദ്യം 48. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് വൈറൽ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയുക? ചോദ്യം 48. ഉത്തരം സി ആണ്, ടൈഫോയിഡ്. ചോദ്യം 49. ഇന്ത്യയിലെ താഴെ പറയുന്ന പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളിൽ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ചോദ്യം 49. ഉത്തരം ഡി ആണ്, ചിപ്കോ പ്രസ്ഥാനം. ചോദ്യം 50. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏത്? ചോദ്യം 50. ഉത്തരം ഡി ആണ്, നാഗ്പൂർ. ചോദ്യം 51. ചോദ്യം 51ൻ്റെ ഉത്തരം ബി ആണ്, 100 അതിൻ്റെ ഉത്തരം. ചോദ്യം 52. ചോദ്യം 52ൻ്റെ ഉത്തരം സി ആണ്, 0.75. ചോദ്യം 53. 400ൻ്റെ 22 1/2% ഡാഷാണ്. ചോദ്യം 53. എ ആണ് അതിൻ്റെ ഉത്തരം, 90. ചോദ്യം 54. ചോദ്യം 54ൻ്റെ ഉത്തരം ഡി ആണ്, 5. ചോദ്യം 55. ചോദ്യം 55ൻ്റെ ഉത്തരം സി ആണ്, 25. ചോദ്യം 56. 2 വർഷത്തേക്കുള്ള 10,000 രൂപയ്ക്ക് ഉള്ള ലളിതമായ പലിശ 2400 ആണ് എങ്കിൽ അതേ മൂലധനത്തിന് 2 വർഷത്തെ കൂട്ടുപലിശ ഏതാണ്? ചോദ്യം 56. ഉത്തരം ബി ആണ്, 2544. ചോദ്യം 57. അതിൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 58. സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും യഥാക്രമം 144ഉം 300ഉമാണ്. പൊതുവായ അനുപാതം 3 ആണ്. ഈ ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ചോദ്യം 58. ഉത്തരം എ ആണ്, 53. ചോദ്യം 59. ഒരു ഗ്രൂപ്പിലെ 10 വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് 25 ആണ്. ഈ ഗ്രൂപ്പിൽ ഒരു വിദ്യാർത്ഥി കൂടി ചേർന്നാൽ ശരാശരി 24 മാറുന്നു. പുതിയ വിദ്യാർത്ഥിയുടെ മാർക്ക് എത്രയാണ്? ചോദ്യം 59. ബി ആണ്, ഉത്തരം 14. ചോദ്യം 60. ഒരു മനുഷ്യൻ 600 മീറ്റർ ദൂരം തെരുവിലൂടെ 5 മിനിറ്റിനുള്ളിൽ നടക്കുന്നു. കിലോമീറ്റർ മണിക്കൂറിൽ അവൻ്റെ വേഗത എത്രയാണ്? ചോദ്യം 60. ഉത്തരം സി ആണ്, 7.2. ചോദ്യം 61. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ചോദ്യം 61. ഉത്തരം എ ആണ്, 38. ചോദ്യം 62. ചോദ്യം 62ൻ്റെ ഉത്തരം ബി ആണ്, 21. ചോദ്യം 63. ഫൈൻഡ് ദി ഓഡ് വൺസ് ഔട്ട്. ചോദ്യം 63. ഉത്തരം ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 64. ചോദ്യം 64ൻ്റെ ഉത്തരം സി ആണ്. ചോദ്യം 65. ചോദ്യം 65ൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 66. ചോദ്യം 66ൻ്റെ ഉത്തരം സി ആണ്. ചോദ്യം 67. ഉത്തരം ബി ആണ്. ചോദ്യം 68. ഉത്തരം ഡി ആണ്. ചോദ്യം 69. ചോദ്യം 69ൻ്റെ ഉത്തരം സി ആണ്. ചോദ്യം 70. ചോദ്യം 70ൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 70ൻ്റെ ഉത്തരം എ. ചോദ്യം 71. ചോദ്യം 71 ഉത്തരം ബി ആണ്. ചോദ്യം 72. ചോദ്യം 72ൻ്റെ ഉത്തരം ഡി ആണ്. ചോദ്യം 73 ഉത്തരം എ ആണ്. ചോദ്യം 74. ലെറ്റസ് ഗോ ടു ദി ബീച്ച്. ചോദ്യം 74 ഉത്തരം സി ആണ്. ചോദ്യം 75. ചോദ്യം 75ൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 76. ചോദ്യം 76ൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 77. ചോദ്യം 77ൻ്റെ ഉത്തരം സി ആണ്. ചോദ്യം 78. ഉത്തരം എ ആണ്. ചോദ്യം 79. ചോദ്യം 79ൻ്റെ ഉത്തരം ഡി ആണ്. ചോദ്യം 80ൻ്റെ ഉത്തരം ഡി ആണ്. ചോദ്യം 81. ചോദ്യം 81ൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 82. ചോദ്യം 82ൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 83. ചോദ്യം 83ൻ്റെ ഉത്തരം ബി ആണ്.
ചോദ്യം 84. ചോദ്യം 84ൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 85. ചോദ്യം 85ൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 86. ചോദ്യം 86ൻ്റെ ഉത്തരം ഡി ആണ്. ചോദ്യം 87. ചോദ്യം 87ൻ്റെ ഉത്തരം സി ആണ്. ചോദ്യം 88. ചോദ്യം 88ൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 89 ഉത്തരം ഡി ആണ്. ചോദ്യം 90. ചോദ്യം 90ൻ്റെ ഉത്തരം സി ആണ്. ചോദ്യം 91 മണൽ അധികം അരണ്യം ചേർത്തെഴുതുക. ചോദ്യം 91 ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം, മണലാരണ്യം. ചോദ്യം 92 കിഴക്കോട്ടേക്ക് മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏത്? ചോദ്യം 92 ഉത്തരം എ ആണ്, ഓട്ട്. ചോദ്യം 93 വേദവാക്യം എന്ന ശൈലിയും കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ചോദ്യം 93 ഉത്തരം ഡി ആണ്, ഇവയൊന്നുമല്ല. ചോദ്യം 94 താഴെ പറയുന്നവയിൽ ഓളത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ചോദ്യം 94 ഉത്തരം സി ആണ്, വി ജി. ചോദ്യം 95 ശരിയായ പദം തിരിച്ചറിയുക. ചോദ്യം 95 ഉത്തരം എ ആണ്, അസ്തമയം. ചോദ്യം 96 സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഡാഷ്. ചോദ്യം 96 ഉത്തരം ഡി ആണ്, വിരുദ്ധമാണ്. ചോദ്യം 97 മരങ്ങൾ പിരിച്ചെഴുതുക. ചോദ്യം 97 ഉത്തരം സി ആണ്, മരം അധികം ഇങ്ങൾ. ചോദ്യം 98 വട്ടം അധികം പലക. ഉത്തരം ബി ആണ്, വട്ടപ്പലക. ചോദ്യം 99 കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം. ഉത്തരം ബി ആണ്, കൾ. ചോദ്യം 100 ശരിയായ വാക്യം കണ്ടെത്തുക. ഉത്തരം ഡി ആണ്, വരനും വധുവും അന്യോന്യം തമ്മിൽ വിവാഹിതരായി. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.